ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ പുഴയും കിടന്ന എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. രാജേശ്വരി ചോദിക്കുന്നു, എപ്പോഴും വരാറുണ്ടോ ഈ തലവേദന? അപ്പൊ കാവേരി പറയുകയാണ്, എപ്പോഴും ഇല്ല, വീട്ടിലെ ഗസ്റ്റ്. എന്താ പറഞ്ഞതെന്ന് രാജേശ്വരി ചോദിക്കുമ്പോൾ ഒന്ന് ബദറി കാവേരി പറയുന്നു, അല്ല, വീട്ടിലെ ഗസ്റ്റ് വരുന്നത് പോലെ ഈ തലവേദന വരുന്നതെന്ന്. എപ്പോഴാ വരുന്നതെന്നൊന്നും നമുക്ക് അറിയാൻ പാടില്ലല്ലോ. അതാ പറഞ്ഞത്. ഇത് കേട്ട് രാജേശ്വരി പറയുന്നു, ശരി, നീ പോ, വന്നിട്ട് അധികം ആയിട്ടില്ല എന്നുള്ളത് മറക്കണ്ട. കൂടെ കൂടെ ഇങ്ങനെ അവധിയൊന്നും തരാൻ പറ്റില്ല. താങ്ക് യു എന്ന് പറഞ്ഞ കാവേരി അവിടെ വന്ന് പോകുമ്പോൾ ആസിഫ് പറയുകയാണ്, ആന്റി, അവളുടെ ഈ തലവേദന ഒരു നമ്പർ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പോൾ രാജേശ്വരി പറയുകയാണ്, ആരും തലവേദന ആകാതിരുന്നാ മതി. ഇടയ്ക്കിടെ നീ 5000 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാ എനിക്ക് നീ എടുത്ത ക്യാഷിന്റെ കാര്യം ഓർമ്മ വന്നത്. അതിന്റെ കണക്കൊന്ന് അറിയിച്ചേക്കണം കാവേരി. അങ്ങനെ രാജേശ്വരി അവിടെ വന്ന് പോകുമ്പോൾ ആസിഫിന്റെ മുന്നിലേക്ക് ഒരു തേങ്ങ വന്ന് വീഴുകയാണ്. ഞെട്ടി തെങ്ങയിലേക്ക് ഒന്ന് നോക്കിയിട്ട് ആസിഫ് പറയുകയാണ്, എന്റെ സമയം ശരിയല്ല. അങ്ങനെ ആസിഫ് അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് സ്കൂട്ടറിൽ അവിടെ നിന്ന് പോകാനായി തുടങ്ങുന്ന കാവേരിയുടെ അരികിലേക്ക് ഓടി വന്ന് നിവിൻ ചോദിക്കുന്നു, എന്തായി, പെർമിഷൻ കിട്ടിയോ കാവേരി? കിട്ടിയെന്ന് കാവേരി പറയുമ്പോൾ നിവിൻ പറയുകയാണ്, എന്നാ ഞാൻ കൊണ്ടാക്കാൻ വീട്ടില്. അപ്പോൾ കാവേരി പറയുന്നു, വേണ്ട, ഞാൻ തന്നെ പൊയ്ക്കോളാം. അപ്പൊ നിവിൻ പറയുകയാണ്, അല്ല, വണ്ടി ഓടിക്കുമ്പോൾ തല ചുറ്റിടം കാണാൻ വന്നാൽ? ഇത് കേട്ട് കാവേരി പറയുന്നു, ഇത് തല ചുറ്റാത്ത തരം തലവേദനയാ. അങ്ങനെ കാവേരി അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആലോചിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന യമുനയുടെ അരികിലേക്ക് വന്ന നിള പറയുന്നു, ദേ അവിടെ വിളിക്കുന്നു. ആരെന്ന് യമുന ചോദിക്കുമ്പോൾ നിള പറയുകയാണ്, ഗംഗേച്ചി. കയ്യിൽ പിടിച്ച യമുന പറയുകയാണ്, മോളെ, നിന്റെ അടവൊക്കെ എനിക്ക് മനസ്സിലായി, നീ പോയി ഗംഗേച്ചിയെ സഹായിക്ക്. അപ്പൊ നിള പറയുന്നു, ഞാൻ ബിസി അല്ലേ യമുനേച്ചി, ഹോംവർക്ക് ചെയ്യാതെ സ്കൂളിൽ പോയാൽ ടീച്ചർ വഴക്ക് പറയും. നിന്റെ ഹോംവർക്കൊക്കെ ഞാൻ നോക്കിയതാണല്ലോ എന്ന് യമുന പറയുമ്പോൾ നിള പറയുകയാണ്, അല്ല യമുനേച്ചി, ഫോണിൽ ചെയ്യേണ്ടതാ. പുഞ്ചിരിച്ച് യമുന പറയുകയാണ്, ചേച്ചിക്ക് മനസ്സിലായേ, റിയൽസ് എടുക്കുന്നതല്ലേ നിന്റെ ഹോംവർക്ക്, മര്യാദയ്ക്ക് അടുക്കളയിൽ പോയി സഹായിച്ചേ. ഞാൻ പോവാണെന്ന് പറഞ്ഞ നിള അവിടെ നിന്ന് പോകുമ്പോൾ യമുന പറയുകയാണ്, ഒരു ലോഡ് പഠിക്കാനുള്ളപ്പോഴാ ഇവിടെ ബാക്കിയുള്ളവര്. ഈ സമയം യമുനെന്ന് വിളിച്ച് അവിടേക്ക് വന്ന കാവേരി ചോദിക്കുന്നു, എല്ലാം ഓക്കെ അല്ലേടി? അപ്പോൾ യമുന പറയുന്നു, അറിയില്ല ചേച്ചി, എല്ലാം ഒരു വിധത്തിൽ ഒപ്പിച്ചു പോന്നു. എന്താ എങ്ങനെയാ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. ചേച്ചി വരാത്തത് കൊണ്ട് ഒരു സമാധാനം ഇല്ലായിരുന്നു. അപ്പോൾ കാവേരി പറയുകയാണ്, ആ കള്ളിയങ്ങാട്ട് നീലിയുടെ കയ്യിൽ നിന്ന് ഒന്ന് ഊരി പോരണ്ടേ? ഗസ്റ്റുകളൊക്കെ എവിടെ? അപ്പോൾ യമുന പറയുകയാണ്, ഇപ്പൊ റൂമിലുണ്ട്, നൈറ്റ് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ഗംഗേച്ചി. അമ്മയൊന്ന് കാവേരി ചോദിക്കുമ്പോൾ യമുന പറയുകയാണ്, അമ്മ വരണ്ട് പിന്നെ റൂമിലിരിക്കുക. 3-4 പ്രേതങ്ങൾ വീട്ടിൽ വന്ന് താമസിക്കുന്ന മട്ടിലെ അമ്മ. ഇത് കിട്ടി ഞെട്ടി നീള അയ്യോ എന്ന് പറയുമ്പോൾ യമുന ചോദിക്കുന്നു, നീ ഇതുവരെ പോയില്ലേ? അപ്പോൾ നിള പറയുന്നു, അത് ഞാൻ പിന്നെ ഇവിടെ നിൽക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ച് നിൽക്കുകയായിരുന്നു. എന്നാ പോന്ന് യമുന പറയുമ്പോൾ നിള പറയുകയാണ്, അയ്യോ, എനിക്ക് പോകാൻ പറ്റില്ല ചേച്ചി, നമ്മുടെ വീട്ടിൽ വന്നിരിക്കുന്നവർ പ്രേതങ്ങളാണോ? ഇനി നീയോ അമ്മയെ പോലെ തുടങ്ങിക്കോന്ന് യമുന പറയുമ്പോൾ കാവേരി പറയുകയാണ്, ഒരു പേടിയും വേണ്ട മോളെ, ഒറിജിനൽ പ്രേതങ്ങളെ വരെ വീഴ്ത്താനുള്ള വിദ്യയാണ് ടേസ്റ്റി ഫുഡ്. ഇനി നമ്മൾ നമ്മുടെ ഗസ്റ്റുകളുടെ ഹൃദയത്തിലേക്ക് ഇടിച്ചു കയറി അവരെ വീഴ്ത്താൻ പോകുന്നതും ഈ ഫുഡിലൂടെയാ. ശരി, നിങ്ങൾ വാന്ന് പറഞ്ഞ അവരെയും കൂട്ടി അകത്തേക്ക് പോവുകയാണ് കാവേരി. തുടർന്ന് ഗംഗ പറയുന്നു, നീ പറഞ്ഞത് ശരിയാടി, നമ്മൾ കൊടുത്ത ഭക്ഷണത്തിൽ അവര് വീണു. അപ്പോൾ കാവേരി പറയുകയാണ്, അതൊക്കെ ഗംഗേച്ചിയുടെ പാചക കൈപുണ്യമാ. അപ്പോൾ ഗംഗ പറയുന്നു, പിന്നെ നിന്റെ വക തള്ളും. ഞാൻ എന്ത് തള്ളിയെന്നാന്ന് കാവേരി ചോദിക്കുമ്പോൾ ഗംഗ പറയുകയാണ്, എടി, കോഴിക്കട്ടെ ഇലയുടെ ഒക്കെ എന്ന് മുതലാടി ഇറ്റാലിയൻ ഫുഡ് ആയത്? അതുപോലെ ലോകത്തിലെ 1-ാം തരം തൈല ഓർഗാനിക് ഫുഡ്. എന്റെ കണ്ണ് തള്ളിപ്പോയി. അപ്പോൾ കാവേരി പറയുകയാണ്, കസ്റ്റമേഴ്സിനെ കൈകാര്യം ചെയ്യാൻ പഠിച്ചില്ല, ഇനി ഞാനില്ലെങ്കിലും എല്ലാം നോക്കി നിന്ന് പഠിച്ച് വേണ്ടതുപോലെ ചെയ്തോണം. അവിടേക്ക് വന്ന വിനീത് ചോദിക്കുന്നു, ഗസ്റ്റുകളെല്ലാം ഓക്കെ അല്ലേ? ഇത് കേട്ട് കാവേരി പറയുന്നു, അതെ വിനീതേട്ടാ, നമ്മുടെ പുതിയ സംരംഭം ഗംഭീര സക്സസ്. ഈ സമയം ഗംഗേച്ചി എന്ന് വിളിച്ച് യമുന അവിടേക്ക് വരുമ്പോൾ ഗംഗ ചോദിക്കുന്നു, എന്താടി, ഗസ്റ്റുകൾ ആരെങ്കിലും നിന്നെ ഉപദ്രവിച്ചോ? അപ്പോൾ യമുന പറയുകയാണ്, അതെ ചേച്ചി, അമ്മയെ പോലെ ആകല്ലേ. ഗസ്റ്റുകൾ ചോദിക്കുന്നു, ഡാൻസ് ചെയ്യാനുള്ള ക്യാമ്പ് ഫെയർ എവിടാണെന്ന്. ഇത് കേട്ട് ഗംഗ പറയുകയാണ്, അല്ല, അതിന് നമ്മുടെ പരസ്യത്തിന്റെ കൂട്ടത്തിലൊന്നും ക്യാമ്പ് ഫെയർ ഇല്ലായിരുന്നല്ലോ. അപ്പോൾ കാവേരി പറയുകയാണ്, എന്റെ തള്ളിന്റെ കൂട്ടത്തില് ചെറിയൊരു ക്യാമ്പ് ഫെയർ ഉണ്ടായിരുന്നു. ഇത് കേട്ട് യമുന പറയുകയാണ്, ശ്രദ്ധിക്കണ്ടേ കാവേരി ചേച്ചി, അവര് ചോദിച്ചുകൊണ്ടിരിക്കുക. ഗംഗ ചോദിക്കുന്നു, ഇനിയിപ്പോ എന്ത് ചെയ്യും? ക്യാമ്പ് ഫെയർ ഇല്ലാന്ന് പറഞ്ഞാൽ അവര് റൂം വിട്ടിട്ട് പോകുമോ? അപ്പൊ യമുന പറയുകയാണ്, റൂം ഇടുകയൊന്നുമില്ല, മിക്കവാറും ക്യാഷ് കുറയ്ക്കാനായിരിക്കും സാധ്യത. അപ്പൊ വിനീത് പറയുകയാണ്, അതിന് ക്യാമ്പ് ഫെയർ ഇല്ലെന്ന് ആര് പറഞ്ഞു? ഇത് കേട്ട് ഗംഗ പറയുകയാണ്, അത് നമുക്കറിയാലോ, കുറച്ചു കഴിയുമ്പോൾ അവർക്കും മനസ്സിലാകും. വിനീത് പറയുകയാണ്, എന്നാ ക്യാമ്പ് ഫെയർ ഉണ്ടെന്ന് പോയി പറ. പക്ഷെ അത് എങ്ങനെയാണെന്ന് യമുന ചോദിക്കുമ്പോൾ വിനീത് പറയുകയാണ്, പോയി പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞില്ലേ, ചെല്ലെന്ന് പറഞ്ഞ് യമുനയെ പറഞ്ഞു വിട്ട് വിനീത് പറയുന്നു, ഇനി നീ പോയി തീപ്പെട്ടി എടുത്തോണ്ട് വാ. കാവേരി ചോദിക്കുന്നു, വിനീതേട്ടാ, ക്യാമ്പ് ഫെയറിനുള്ള ബാക്കി സെറ്റപ്പ് ഒന്നും ഇല്ലാതെ തീ മാത്രം ഉണ്ടായിട്ട് എന്താ കാര്യം? ഇത് കേട്ട് വിനീത് പറയുകയാണ്, കാവേരി, ക്യാമ്പ് ഫെയറിനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ടായിട്ട് തീ മാത്രം ഇല്ലെങ്കിൽ പിന്നെന്താ കാര്യം? ശരി എന്ന് പറഞ്ഞാൽ കാവേരി അകത്തേക്ക് പോകുമ്പോൾ വിനീത് പറയുന്നു, ഗംഗെ, ഇയാള് ചെന്ന് അമ്മായി പിന്നാമ്പുറത്ത് കീറി വെച്ചിരിക്കുന്ന വിറകെടുത്തോണ്ട് വാ. ഇത് കേട്ട് ഗംഗ പറയുകയാണ്, അത് വിറകടുപ്പിനുള്ളതല്ലേ, അമ്മ എന്നെ കൊല്ലും. ഇത് കേട്ട് വിനീത് പറയുകയാണ്, അത് അപ്പോഴുള്ളതല്ലേ, നമുക്ക് നോക്കാം. ഇപ്പൊ നമുക്ക് ഹോം സ്റ്റേ ആണോ വിറകടുപ്പാണോ പ്രധാനം? ഇത് കേട്ട് ഒന്ന് ആലോചിച്ച് വിനീതിനെ ഒന്ന് നോക്കിയിട്ട് ഗംഗ എവിടെ നിന്ന് പോകുമ്പോൾ പുഞ്ചിരിച്ച് ആലോചിച്ച് നിൽക്കുകയാണ് വിനീത്. തുടർന്ന് ക്യാമ്പ് ഫെയറിനുള്ള ഒരുക്കങ്ങൾ ചെയ്യുകയാണ് അവർ. മൻഹാനദി ഹോം സ്റ്റേയുടെ മാനേജർ നിങ്ങൾക്ക് വേണ്ടി ഇപ്പൊ ഒരു പാട്ട് പാടുന്നതായിരിക്കുമെന്ന് കാവേരി ഇംഗ്ലീഷിൽ പറയുമ്പോൾ എല്ലാവരും ചിരിച്ചുകൊണ്ട് കൈകൊട്ടുക.
നോക്കുകയാണ്. വിനീതും ചിരിച്ചുകൊണ്ട് കൈ കൊട്ടുന്നു. യമന ചോദിക്കുന്നു, അല്ല വിനീതേട്ടൻ എന്തിനാ കൈയടിച്ചത്? അപ്പോൾ വിനീത് പറയുകയാണ്, ഈ ഹോം സ്റ്റേയെ പറ്റി എന്തൊക്കെയോ നല്ല കാര്യങ്ങൾ അവള് പറഞ്ഞതല്ലേ, എനിക്കെന്താ ഇംഗ്ലീഷ് മനസ്സിലാകില്ല എന്ന് കരുതിയോ? അപ്പൊ യമന പറയുന്നു, വിനീതേട്ടാ എന്നാലേ പാട്ട് പാടാൻ റെഡി ആയിക്കും. വിനീത് ചോദിക്കുന്നു, പാട്ടോ? പാട്ടിന്റെ പട്ടി പാടും. യമന പറയുകയാണ്, മഹാനദി ഹോം സ്റ്റേയുടെ മാനേജർ ഒരു പാട്ട് പാടുമെന്നാ കാവേരി ചേച്ചി ഇപ്പം ഇംഗ്ലീഷിൽ പറഞ്ഞത്. ടെൻഷനോടുകൂടി വിനീത് ചോദിക്കുന്നു, അതിന് ഞാൻ എപ്പോഴാ മാനേജറൊക്കെ ആയത്? പുഞ്ചിരിച്ച യമന പറയുകയാണ്, ഇന്ന് ഉച്ചയ്ക്ക് അപ്പോയിന്റ്മെന്റ് നടന്നില്ലായിരുന്നോ? വിനീതേട്ടൻ തന്നെയല്ലേ പറഞ്ഞത് മഹാനദി ഹോം സ്റ്റേയുടെ മാനേജറാണെന്ന്? അപ്പൊ വിനീത് പറയുകയാണ്, എന്നാലേ ഇന്ന് രാത്രി തന്നെ ഞാൻ രാജിവെച്ചിരിക്കുന്നു, പാട്ടൊന്നും പറ്റൂല. കാവേരി പറയുന്നു, വിനീതേട്ടാ പ്ലീസ് കം. അപ്പോൾ വിനീത് പറയുകയാണ്, ഇപ്പൊ കമ്മുന്നില്ല, എന്നെ കൊണ്ട് പാട്ട് പഠിക്കാനല്ലേ, അങ്ങോട്ട് ചെല്ലു വിനീതേട്ടാന്ന് പറഞ്ഞ് യമുന ഗംഗയുടെ അരികിലേക്ക് വിനീതിനെ തടി വിടുമ്പോൾ ഗംഗ തിരിഞ്ഞ് വിനീതിനെ നോക്കുകയാണ്. ടെൻഷനോടുകൂടി വിനീത് പറയുന്നു, അവള് പാട്ടുപാടാൻ. ഇത് കേട്ട് ഗംഗ പുഞ്ചിരിക്കുമ്പോൾ അരികിലേക്ക് വന്ന കാവേരി പറയുകയാണ്, വിനീതേട്ടാ ഒരു പാട്ട്. അപ്പോൾ വിനീത് പറയുകയാണ്, പാട്ടൊന്നും ശരിയാകില്ല കാവേരി, എന്നെ കൊണ്ട് പറ്റൂല, ഞാൻ പാടിയ ശരിയാകില്ല. യമന പറയുകയാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് വിനീതേട്ടാ. അപ്പൊ വിനീത് പറയുകയാണ്, എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞില്ലേ, ആ നിളയെങ്ങാനും വിളിച്ചോണ്ട് വന്ന് പാടിപ്പിക്ക്. ഇത് കേട്ട് യമന പറയുന്നു, അതിനപ്പോത്ത് നേരത്തെ കിടന്ന് ഉറങ്ങിയില്ലേ? ഇത് കേട്ട് വിനീത് പറയുകയാണ്, എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ പാട്ട് പാടാൻ പോകുന്നില്ല. ഗംഗയുടെ തോളിലൊന്നും തട്ടിയിട്ട് കാവേരി പറയുന്നു, ഗംഗേച്ചി പറ. ഇടി ഞാൻ എങ്ങനെ ഈ കാര്യമൊക്കെ എന്ന് ഗംഗ ചോദിക്കുമ്പോൾ കാവേരി പറയുകയാണ്, നമ്മുടെ ഹോം സ്റ്റേക്ക് വേണ്ടിയല്ലേ ഗംഗേച്ചി പറ. ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് വിനീത് അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോൾ കാവേരി പറയുന്നു, ഗംഗേച്ചി പറ. ഗംഗ വിനീതേട്ടാന്ന് വിളിക്കുമ്പോൾ വിനീത് അവിടെ നിൽക്കുകയാണ്. എല്ലാവരും വിനീതിനെ ശ്രദ്ധിക്കുന്നുണ്ട്. വിനീത് തിരിഞ്ഞു നോക്കുമ്പോൾ ഗംഗ പറയുകയാണ്, ഒരു പാട്ട്. വിനീത് അരികിലേക്ക് വരുമ്പോൾ പുഞ്ചിരിച്ച കാവേരി ചോദിക്കുന്നു, അപ്പൊ പാട്ട് ഓക്കെ അല്ലേ? അപ്പൊ വിനീത് പറയുകയാണ്, ഗംഗയും കൂടി പാടുകയാണെങ്കിൽ ഞാൻ പാടാം. അയ്യോ ഞാനൊന്ന് ഗംഗ ചോദിക്കുമ്പോൾ കാവേരി പറയുകയാണ്, പാട്, വെറുതെ സമയം കളയല്ലേ ഗംഗേച്ചി. ഇപ്പൊ തന്നെ നമ്മുടെ ഓഡിയൻസിന് ലാഗ് അടിച്ചു തുടങ്ങി. എല്ലാവർക്കും അറിയാം ഗംഗേച്ചി നല്ലൊരു പാട്ടുകാരിയാണെന്ന്. കാവേരി ഞാൻ എങ്ങനെയാ പാടുന്നതെന്ന് ഗംഗ ചോദിക്കുമ്പോൾ കാവേരി പറയുന്നു, പാട് ഗംഗേച്ചി, ചെല്ലു വിനീതേട്ടാ. വിനീതും ഗംഗയും മൈക്കും പിടിച്ച് മുന്നോട്ട് വരുമ്പോൾ എല്ലാവരും സന്തോഷത്തോടു കൂടി കൈ കൊട്ടുകയാണ്. വിനീതും ഗംഗയും വളരെ മനോഹരമായി പാട്ട് പാടുകയും അവരെല്ലാവരും ഡാൻസ് ചെയ്യുകയുമാണ്. വിനീതും ഗംഗയും പുഞ്ചിരിച്ച് ഇടയ്ക്കിടയ്ക്ക് മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. ഈ സമയം കുറച്ചപ്പുറത്തായി വന്ന ജയബാലൻ അവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. ആരും ജയബാലനെ ശ്രദ്ധിക്കുന്നില്ല. ജയബാലൻ ഫോണിൽ വീഡിയോ എടുക്കുകയാണ്. പെട്ടെന്ന് ജയബാലനെ ശ്രദ്ധിക്കുന്ന കാവേരി പറയുകയാണ്, എടി അവിടെ നോക്ക്, നീ അങ്ങോട്ടൊന്ന് ചെന്നേ. അപ്പൊ യമന പറയുകയാണ്, എനിക്ക് പറ്റില്ല, ഞാനൊന്നും പോകില്ല. കാവേരി ചോദിക്കുന്നു, എന്തിനാ പേടിക്കുന്നേ? എന്തെങ്കിലും ചോദിച്ചാൽ കാര്യം പറയാം, ഞാൻ സംസാരിച്ചാലേ ചിലപ്പോ കൈവിട്ടു പോകും. അല്ല ഞാൻ പറഞ്ഞ യമന പഠിച്ചേൽക്കുമ്പോൾ കാവേരി പറയുന്നു, എടി പോയി സംസാരിക്ക്. തുടർന്ന് ആംഗിളെന്ന് വിളിച്ച് യമുന ജയബാലന്റെ അരികിലേക്ക് വരുമ്പോൾ ദേഷ്യത്തോടു കൂടി ജയബാലൻ ചോദിക്കുന്നു, എന്ത് കൂത്താട്ടോ ഇവിടെ നടക്കുന്നത്? അപ്പൊ യമന പറയുകയാണ്, അതങ്കിളെ, അത് ഞങ്ങളുടെ വീട്ടിൽ വന്ന ഗസ്റ്റുകളാ. ജയബാലൻ ചോദിക്കുന്നു, ഗസ്റ്റുകളോ? ഞാൻ അറിയാതെ അരവിന്ദന്റെ വീട്ടിൽ ഏത് ഗസ്റ്റ്? ഇത് കേട്ട് യമന പറയുന്നു, അതങ്കിളെ, ഇവിടെ വെറുതെ കിടക്കുന്ന 2 റൂം വൃത്തിയാക്കി ഒരു ഹോം സ്റ്റേ തുടങ്ങി ഞങ്ങള്. അവിടേക്ക് ആദ്യമായിട്ട് വന്ന ഗസ്റ്റുകളാ ഇവര്, തമിഴ്നാട്ടുകാര്. ദേ ഇന്ന് പകല് വന്നതേ ഉള്ളൂ. ജയബാലൻ ചോദിക്കുന്നു, ഹോം സ്റ്റേ തുടങ്ങിയെന്നോ? ആരോട് ചോദിച്ചിട്ട്? എന്റെ അടുത്ത് ആരും ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. അപ്പൊ യമന പറയുകയാണ്, അതങ്കിളെ, ഹോം സ്റ്റേ തുടങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചതിന്റെ പിറ്റേന്ന് തന്നെ ഗസ്റ്റുകൾ വന്നു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഇത് കേട്ട് ജയബാലൻ പറയുകയാണ്, ഫോൺ എടുത്തൊന്ന് വിളിക്കാമായിരുന്നല്ലോ, അല്ലാത്തപ്പോ 100 വട്ടം വിളിക്കുമല്ലോ. ശാരദ എവിടെ? ശാരദ വിളിക്ക്. അപ്പൊ യമന പറയുകയാണ്, അല്ല അമ്മ തലവേദനയായിട്ട് കിടക്കുകയാണെങ്കിലേ, അല്ലെങ്കിലും അമ്മയോടൊന്നും ചോദിക്കണ്ടാങ്കിലേ. അമ്മയ്ക്ക് ഈ ഹോം സ്റ്റേ തുടങ്ങാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെയൊക്കെ നിർബന്ധത്തിലാ അമ്മ സമ്മതിച്ചത് പോലും. അപ്പോൾ ജയബാലൻ പറയുകയാണ്, അതാ അരവിന്ദൻ മരിച്ചിട്ട് 2 മാസം കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ ഇതൊക്കെ തന്നെ വേണമായിരുന്നു അല്ലേ? വേണമായിരുന്നു. യമന പറയുന്നു, ജീവിക്കണ്ടേ അങ്കിളെ? ഇത് കേട്ട് ജയബാലൻ പറയുന്നു, ജീവിക്കണമെന്ന് പറഞ്ഞ എന്ത് തോന്നിവാസം ആകാം അല്ലേ? ഈ വന്നേക്കുന്നവരെ വല്ല കള്ളനോ കൊലപാതകയാണോ എന്ന് ആർക്കറിയാം? അപ്പൊ യമന പറയുകയാണ്, അങ്ങനെയൊന്നുമില്ല, ഇതേ കണ്ടില്ലേ, കൂട്ടത്തില് കുട്ടികളൊക്കെ ഉണ്ട്. ഇത് കേട്ട് ജയബാലൻ പറയുകയാണ്, എനിക്കറിഞ്ഞൂടാ ഇതിന്റെയൊക്കെ അവസാനം എന്തായി തീരുമെന്ന്. അരവിന്ദൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ സംഭവിക്കുമായിരുന്നോ? അപ്പൊ യമന പറയുന്നു, അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇതിന്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ അങ്കിളെ. ജയബാലൻ ചോദിക്കുന്നു, അരവിന്ദൻ ഇല്ലെങ്കിൽ പകരം ഞാനില്ലേ ഇവിടെ? ചത്തിട്ടില്ല. പണത്തിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാമായിരുന്നു. കണ്ടു നിറങ്ങിയ യമന പറയുന്നു, എന്നാലും ഞങ്ങൾ ഞങ്ങളുടെ രീതിയിൽ എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കണ്ടേ അങ്കിളെ? ഇത് കേട്ട് ജയബാലൻ പറയുകയാണ്, സമ്പാദിക്കണ്ടെന്ന് ആര് പറഞ്ഞു? സമ്പാദിച്ചോ, എന്നാലും ഇതൊരു ശരിയായ രീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആലോചിക്കാതെ ഓരോന്ന് പ്രവർത്തിച്ചിട്ട് ഓരോന്ന് അനുഭവിക്കേണ്ടി വരുമ്പോൾ എപ്പോഴും കൈനീട്ടി സഹായിക്കാനേ ആളുണ്ടായെന്ന് വരത്തില്ല. അത് ഓർത്തു വെച്ചോ. അങ്ങനെ ജയബാലൻ വണ്ടിയിൽ കയറി അവിടെ നിന്ന് പോവുകയാണ്. യമുന ടെൻഷനോടുകൂടി നിൽക്കുന്നു. കാവേരി യമുനയെ ശ്രദ്ധിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജേശ്വരി ചോദിക്കുന്നു, അവള് നാളെ വരുമോ? ആരെന്ന് നിവിൻ ചോദിക്കുമ്പോൾ രാജേശ്വരി പറയുകയാണ്, ആ പെണ്ണില്ലേ കാവേരി. അപ്പോൾ നിവിൻ പറയുകയാണ്, വരും തലവേദന മാറിയെന്നാ പറഞ്ഞത്. ഇത് കേട്ട് രാജേശ്വരി നിവിനെ നോക്കുമ്പോൾ ഒന്ന് പതറി നിവിൻ പറയുകയാണ്, അല്ല അവള് വരുമെന്ന് ഞാനെങ്ങനെ അറിയാനാ? ഇത് കേട്ട് രാജേശ്വരി പറയുകയാണ്, അതാ എനിക്കും അറിയേണ്ടത്. GPS ട്രാക്കിംഗ് പോലെ തലവേദന മാറിയതടക്കം ഫുൾ ഡീറ്റെയിൽസ് അറിയുന്നുണ്ടല്ലോ. അപ്പോൾ നിവിൻ പറയുകയാണ്, അല്ല അത് ആസിഫ് വിളിച്ചു. ഇത് കേട്ട് രാജേശ്വരി പറയുകയാണ്, നിവിൻ അമ്മയും മകനും എന്നതിനപ്പുറം നമ്മൾ ഫ്രണ്ട്സ്
പോലീസിനെ പോലെയാ. എന്നെ ധിക്കരിക്കുന്നതിനേക്കാൾ എന്നോട് കള്ളം പറയുന്നതോ മറച്ചു വെക്കുന്നതോ ആകാം എനിക്ക് ക്ഷമിക്കാനാകാത്തത്. ആ കുട്ടിയുടെ കാര്യത്തില് നീ എന്നോടൊന്നും മറക്കുന്നില്ലല്ലോ. മറുപടി സത്യസന്ധമായിരിക്കണം. എസ് ഓർ നോ. ഈ സമയം നിവിൻ നിർത്താതെ ചുമക്കുകയാണ്. എന്താ വെള്ളം എടുത്തില്ലല്ലോ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാന്ന് പറഞ്ഞ് രാജേശ്വരി വെള്ളം എടുക്കാനായി പോവുകയാണ്. ഈ സമയം രാജേശ്വരിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ജയബാലൻ. കോള് കണ്ട് ഫോൺ അറ്റൻഡ് ചെയ്ത് നിവിൻ ചോദിക്കുന്നു, എന്താ അങ്കിളെ? ജയബാലൻ ചോദിക്കുന്നു, എടാ നീ ആയിരുന്നു? എടാ രാജി എന്തിയടാ? നിവിൻ പറയുന്നു, അപ്പുറത്തുണ്ട്, ഞാൻ ഫുഡ് കഴിക്കുകയാങ്ങളെ. ഇത് കേട്ട് ജയബാലൻ ചോദിക്കുകയാണ്, എടാ അരവിന്ദന്റെ മോൾ ഇപ്പോഴുവേ അവിടെ ജോലിക്ക് വരുന്നുണ്ടോടാ? ആര് കാവേരിയോന്ന് നിവിൻ ചോദിക്കുമ്പോൾ ജയബാലൻ പറയുന്നു, അത് തന്നെ. അപ്പൊ ജയബാലൻ പറയുകയാണ്, അവള് വീട്ടിൽ ഹോം സ്റ്റേ ഒക്കെ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു റിസോർട്ടിലെ ജോലിയൊക്കെ വിട്ടു കാണുമെന്ന്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്നത് ശരിയല്ലല്ലോ. നിവിൻ ചോദിക്കുന്നു, കാവേരിയുടെ വീട്ടിലെ ഹോം സ്റ്റേയോ? ചിരിച്ചുകൊണ്ട് ജയബാലൻ പറയുകയാണ്, ഹോം സ്റ്റേ മാത്രമല്ല, ഗസ്റ്റുകളുടെ കൂട്ടത്തിൽ പെൺകുട്ടികളുടെ ഡാൻസും ഉണ്ട്. കുറ്റം പറയാൻ പറ്റത്തില്ലല്ലോ. കുടുംബനാഥൻ ഇല്ലാതായി പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? പിഴച്ചു പോകണ്ടേ? പിന്നെ നീ ഇതൊന്നും ആരോടും പറയാൻ പോകണ്ട. അവരെങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ചു പോട്ടെന്നേ. അല്ല നീ കഴിച്ചു കഴിഞ്ഞോ? കഴിച്ചു കഴിഞ്ഞെങ്കിലേ ഫോൺ രാജിക്ക് കൊടുത്തേ. ഒന്ന് ആലോചിച്ച് നിവിൻ പറയുന്നു, അമ്മ തലവേദനയായിട്ട് കിടക്കുകയാണെങ്കിലേ ആര് വിളിച്ചാലും ഫോൺ കൊടുക്കണ്ടെന്നാ പറഞ്ഞത്. അതാ ഞാൻ അറ്റൻഡ് ചെയ്തത്. ശരി ശരി എന്ന് പറഞ്ഞ് ജയബാലൻ ഫോൺ കട്ട് ചെയ്യുകയാണ്. തുടർന്ന് വെള്ളവുമായി അവിടേക്ക് വന്ന രാജേശ്വരിയോട് നിവിൻ ചോദിക്കുന്നു, ഇപ്പോഴാണോ അമ്മ വെള്ളം കൊണ്ടുവരുന്നത്? ആള് മരിച്ചേനല്ലോ. അപ്പൊ രാജേശ്വരി പറയുകയാണ്, ഞാൻ എടുത്തു വെച്ചിരുന്ന വെള്ളം കണ്ടില്ലടാ, ആരാ വിളിച്ചേ? അപ്പൊ നിവിൻ പറയുന്നു, അത് ജയബാലനങ്ങളാ, കൈ തട്ടി അബദ്ധത്തിൽ കോള് വന്നതാണെന്നാ പറഞ്ഞത്. അങ്കിള് കട്ട് ചെയ്തു. ഇത് കേട്ട് രാജേശ്വരി പറയുന്നു, ഓ പിണക്കത്തിലാണല്ലോ. ഈ രാജേശ്വരിക്കും വാശിയൊട്ടും കുറവൊന്നുമല്ല, ഞാൻ അങ്ങോട്ടും വിളിക്കാൻ പോകുന്നില്ല. നിവിൻ വെള്ളം എടുത്ത് കുടിക്കുമ്പോൾ രാജേശ്വരി ചോദിക്കുന്നു, ഇപ്പൊ നിനക്ക് ആശ്വാസമുണ്ടോ? ഇപ്പൊ ശരിക്കും ആശ്വാസം ഉണ്ടെന്ന് നിവിൻ പറയുമ്പോൾ രാജേശ്വരി പറയുകയാണ്, എന്റെ ചോദ്യത്തിന് നീ കൃത്യമായ മറുപടി തന്നില്ല. അപ്പൊ നിവിൻ പറയുന്നു, അമ്മ അല്പം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യണം, ചില കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ട്, എന്നിട്ട് പറയാം കൃത്യമായ മറുപടി. ഇത് കേട്ട് രാജേശ്വരി മൂടുമ്പോൾ നിവിൻ ടെൻഷനോടുകൂടി ആലോചിച്ചിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാവിലെ അടുക്കളയിലേക്ക് വന്ന ഗംഗ ചോദിക്കുന്നു, എന്താ അമ്മ രാവിലെ കഴിക്കാൻ? അപ്പോൾ ശാരദ പറയുകയാണ്, കഴിക്കാൻ എന്താ ഇഡ്ഡലിയും സാമ്പാറും. അപ്പോൾ ഗംഗ പറയുകയാണ്, ഏയ് ഒന്നുമില്ല, ഈ സാമ്പാർ അല്ലാതെ ഇഡ്ഡലിക്ക് വേറെ കറിയൊന്നുമില്ലേ? ശാരദ ചോദിക്കുന്നു, സാമ്പാർ അല്ലാതെ 10 കൂട്ടം കറിയും കൂട്ടിയൊന്നും അല്ലല്ലോ ഇത്രയും കാലം നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഗംഗ പറയുന്നു, അതല്ലമ്മേ, ഗസ്റ്റ് ഒക്കെ ഉള്ളതല്ലേ. ഇത് കേട്ട് ശാരദ പറയുന്നു, നമ്മൾ വീട്ടിൽ വെക്കുന്ന അതേ ഭക്ഷണം ഇത്തിരി കൂടുതൽ വെക്കണം, അതല്ലാതെ വേറൊന്നും വേണ്ട. നീ നിന്റെ അനിയത്തിമാരും കൂടെ അങ്ങനെ പറഞ്ഞല്ലേ ഈ പരിപാടി ഇവിടെ തുടങ്ങി വെച്ചത്. ഇത് കേട്ട് ഗംഗ പറയുന്നു, അങ്ങനെ ഒരുപാട് കറിയൊന്നും വേണ്ടമ്മേ, സാമ്പാറിന്റെ കൂടെ ഒരു ചമ്മന്തി, ഒരു വട, അത്രയൊക്കെ മതി. ശാരദ പറയുന്നു, വടയും കിടയൊന്നുമില്ല, അതിന് ഞാൻ ഉഴുന്നൊന്നും വെള്ളത്തിലിട്ടിട്ടില്ല. അപ്പോൾ ഗംഗ പറയുകയാണ്, നോ പ്രോബ്ലം, ഉഴുന്ന് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ശാരദ ചോദിക്കുന്നു, അപ്പൊ നീയൊക്കെ കൂടി തീരുമാനിച്ചുറപ്പിച്ചാണല്ലേ? ഈ സമയം ഹോം സ്റ്റേയിൽ ഗസ്റ്റായി താമസിക്കുന്ന ആ സ്ത്രീ അവിടേക്ക് വരികയാണ്. ശാരദയും ഗംഗയും ടെൻഷനോടുകൂടി അവരെ നോക്കുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. ഫേസ് കൊടുക്കാത്തതുകൊണ്ട് ക്ലാസ്സിൽ നിന്നും യമുനയെ പുറത്താക്കുകയാണ്. യമുന വിഷമത്തോടുകൂടി ക്ലാസ്സിന് പുറത്ത് നിൽക്കുമ്പോൾ അവിടേക്ക് വന്ന വിശാല കാര്യം അന്വേഷിക്കുകയും യമുന ഫീസ് അടച്ചിട്ടില്ല എന്നുള്ള കാര്യം വിശാലിനോട് പറയുകയുമാണ്. വിശാൽ ഇക്കാര്യം ജയപാലിനെ അറിയിക്കാൻ പറയുന്നുവെങ്കിലും യമുന അതിന് തയ്യാറാകുന്നില്ല. അതിനുശേഷം കാണിക്കുന്നത് റിസോർട്ടിൽ ജോലിക്കായി വന്ന കാവേരിയോട് നിവിൻ ചോദിക്കുന്നു, ഇന്നലെ രാത്രി വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടായിരുന്നോ? കാവേരി ചോദിക്കുന്നു, എന്റെ വീട്ടിലോ? ഇല്ലല്ലോ, ഇന്നലെ രാത്രി ഞാൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് നിവിൻ പറയുമ്പോൾ ടെൻഷനോടുകൂടി ഇരിക്കുകയാണ് കാവേരി. നിവിൻ കാവേരിയെ ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് കടയുടെ പുറത്ത് നിൽക്കുന്ന വിനീത് കാണുകയാണ്. 2 സഞ്ചി നിറയെ സാധനങ്ങളും വാങ്ങിച്ച് നടന്നു വരുന്ന ഗംഗയെ. വിനീത് ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് ഗംഗയുടെ അരികിലേക്ക് ഓടി പോവുകയാണ്. സംശയത്തോടുകൂടി പുറത്തേക്ക് ഇറങ്ങി വരുന്ന സലീമും ബേബിയും കാണുകയാണ് ഗംഗയുടെ കയ്യിൽ നിന്നും സഞ്ചി വാങ്ങിക്കുന്ന വിനീതിനെ. ശേഷം ഗംഗയും വിനീതും പുഞ്ചിരിച്ച് സംസാരിച്ച് മുന്നോട്ട് നടന്നു പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് കാവേരി സ്വപ്നം കാണുകയാണ്. തന്റെ ഹോം സ്റ്റേ വളർന്ന് വലിയൊരു റിസോർട്ട് ആയതായി. അവിടുത്തെ ജോലിക്കാരിയാണ് രാജേശ്വരി. ഓണറായ കാവേരി രാജേശ്വരിയെ പോലെ നന്നായി ഒരുങ്ങി ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് രാജേശ്വരിയുടെ അരികിലേക്ക് വരികയാണ്. ജോലിക്കാരിയുടെ വേഷത്തിൽ ഭയന്ന് നിൽക്കുകയാണ് രാജേശ്വരി. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്